എൻ്റെ DMEX സർജറിയുടെ ഒരു ക്വാറൻറ്റൈൻ ടൈം ആയതുകൊണ്ട് ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ലൂസിഡ് ഡ്രീമിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. നമ്മൾക്കറിയാലോ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പം ഈ സ്വപ്നങ്ങളിൽ നമ്മൾ ഒരു കാര്യം കാണുമ്പം അതിൻ്റെ ഒരു യഥാർത്ഥ എമോഷനും അതിൻ്റെ ഒരു ബയോളജിക്കൽ എഫക്റ്റും അതിൻ്റെ എല്ലാ ഇമ്പാക്റ്റും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഒരു റിയലായിട്ട് തന്നെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ സ്വപ്നത്തിലൂടെ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്റിവിറ്റി, ഫോക്കസ്, നമ്മുടെ ഇമാജിനേഷൻ പവർ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ 2-3-5 ദിവസമായിട്ട് ഞാൻ എന്നും സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഈ സ്വപ്നങ്ങൾ വോയിസ് ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ചെയ്തിട്ടില്ല. എനിക്ക് റെസ്റ്റ് ആയതുകൊണ്ട് അത് എഴുതാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അധികം ചെയ്തിട്ടില്ല. എന്നാലും സ്വപ്നങ്ങൾ ഇങ്ങനെ റീകോൾ ചെയ്യാൻ വേണ്ടി നോക്കണം. നമ്മളെപ്പോഴും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഇങ്ങനെ റീകോൾ ചെയ്യാനും അത് എഴുതി വെക്കാനും ഡ്രീം ജേർണലാക്കി എഴുതി വെക്കാനും നോക്കണം. എന്നിട്ട് നമ്മൾ ഇമാജിനേഷനിലൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ കാണാം. ഈ സ്വപ്നങ്ങളുടെ ലോകം എന്ന് പറയുമ്പം അവിടെ നമുക്ക് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസാണ്. നമുക്കൊരു പുഴയിലൂടെ അടിയിൽ കൂടി നീന്തി മുങ്ങി നടക്കണം എന്നുണ്ടാവും, പക്ഷെ നമുക്ക് സ്വപ്നങ്ങൾ അത് സാധ്യമാവുമെന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ റിയൽ ഫീലിംഗ് ആണ് അതിലൊരു കിട്ടുകയും ചെയ്യുക. പിന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്തതായിട്ട് ഇമാജിൻ ചെയ്യാൻ നമുക്ക് സ്വപ്നങ്ങളിലൂടെ സാധ്യമാവും. അതിനാണ് ലൂസിഡ് ഡ്രീമിങ് സഹായിക്കുക എന്നാണ്. അപ്പോൾ നമ്മളൊരു ദിവസം ഒരു ഇൻറ്റൻഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്കിന്ന് ലൂസിഡ് ഡ്രീമിങ് കാണണം, ഇന്ന് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ എത്ര ഭീകര സ്വപ്നങ്ങളാണെങ്കിലും അതിനെ ലൂസിഡ് ഡ്രീമിലൂടെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും. പിന്നെ കുറേ ഇമാജിനേഷനാണ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ലൂസിഡ് ഡ്രീമിങ് കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം അത് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആ മനുഷ്യൻ റിയലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ നമ്മൾ ലൂസിഡ് ഡ്രീമിങ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അത് പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ റിയലായിട്ട് അവരായിട്ടും നമ്മളായിട്ടും നമുക്ക് ഫീൽ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ലൂസിഡ് ഡ്രീമിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മൈൻഡ് എപ്പോഴും ഷാർപ്പ് ഫോക്കസ്ഡായി നിന്നാലേ നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊരു വിശാല ലോകത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം, പ്രപഞ്ചങ്ങളിലൂടെ യാത്ര ചെയ്യാം. സൂര്യനിൽ പോയി കിടന്നുറങ്ങാം. തിമിംഗലത്തിൻ്റെ വയലൊക്കെ പോയി കഴിഞ്ഞ ദിവസം ഞാൻ പോയി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടൊരു സ്വപ്നം ഞാൻ അങ്ങനെ വിചാരിക്കണം. ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയി അവിടെ നിന്നപ്പം നമ്മളെ സോണിയാഗാന്ധി ആണെന്ന് വർഷാൽ കുശലം പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി വന്ന്. അപ്പം നമ്മളെ മോദിജിയെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ മോദിജി എന്നെ വിളിച്ച് കൊണ്ടുപോയി ചായ കുടിപ്പിക്കുന്നത്. ഇതൊക്കെ റിയലായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മുടെ തലച്ചോറ് വ്യാഖ്യാനിക്കുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഓരോ കാര്യങ്ങളെങ്ങനെ പിന്നെ ഇന്ന് രാവിലെ നല്ല ട്രെയിൻ യാത്ര ചെയ്യുന്ന അടിപൊളി സ്വപ്നമാണ് കണ്ടത്. അടിപൊളി സ്വപ്നം, രക്ഷയില്ല. പിന്നെയും കണ്ട സ്വപ്നങ്ങളൊക്കെ ഗംഭീരമാണ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു കിടക്കാൻ ഉറങ്ങിയാൽ പോലും ലൂസിഡ് ഡ്രീമിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ പുതിയ സ്വപ്നങ്ങൾ ചിന്തിച്ചിട്ട് അതിലൂടെ നമുക്കിങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടുപോകാം. നല്ലൊരു വിനോദയാത്ര ആശ്രയിച്ചൊരു സുഖമൊക്കെ കിട്ടും. മറ്റ് പല കാര്യങ്ങളും ഫോക്കസിങ്, അതിനെക്കുറിച്ച് ഞാൻ പ്രാക്ടിക്കലായിട്ട് വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.